ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, ഇന്ന് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2 വട്ടമായിട്ടാണ് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ ഇന്നത്തെ മാത്രം കുറവ് നോക്കുകയാണെങ്കിൽ 1220 രൂപയും അതേപോലെ ഗ്രാമിന് 140 രൂപയുമാണ് മൊത്തത്തിൽ കുറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സ്വർണ്ണവില 1,17,840 രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഒരു അനിശ്ചിതത്വമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും സ്വർണ്ണവിലയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത്. ഈ യുദ്ധം ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ സ്വർണ്ണവിലയിൽ നേരിടുന്ന ഈ അനിശ്ചിതത്വം അത് ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ, അതോ പെട്ടെന്ന് തന്നെ ഒരു ഉയർച്ച ഉണ്ടാകുമോ ഈ സ്വർണ്ണവിലയിൽ? എന്താണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്? അതായത് ഇപ്പോ സ്വർണത്തിന്റെ വില താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം അവസാനിക്കുന്നത് വരെ ഈ രീതി തുടരാനാണ് സാധ്യത. ഇത് അസാധാരണമായ ഒരു സംഭവമാണ്. സാധാരണ യുദ്ധ സാഹചര്യങ്ങളിൽ സ്വർണത്തിന്റെ വില അടിക്കടി മുകളിലോട്ട് പോവുകയാണ് പതിവ്. പക്ഷേ ഇപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമുള്ളത് എന്താണെന്ന് വെച്ചാല്, അതായത് അമേരിക്കൻ ഡോളർ ഓരോ പ്രാവശ്യവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം തന്നെ നോക്കുക, 92.35 രൂപ കൊടുത്താലേ $1 കിട്ടൂ എന്ന രീതിയിലായിരുന്നു മിനിഞ്ഞാന്നൊക്കെ നടന്നിരുന്നത് എക്സ്ചേഞ്ച്. അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു വലിയ എമൗണ്ട്, അതായത് ഡോളർ, അമേരിക്കൻ ഡോളർ തന്നെ ബാങ്കുകൾക്ക് കൈമാറി. അങ്ങനെ കൈമാറിയതിന് ശേഷമാണ് ഡോളറിന്റെ ഷോർട്ടേജ് കുറഞ്ഞ് ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം കുറച്ച് പിടിച്ച് കയറിയത്. അപ്പൊ അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ചില പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഇപ്പോ എല്ലായിടത്തും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിലൊക്കെ വലിയ കയറ്റം ഉണ്ടാവുകയാണ്. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിലെ കയറ്റത്തിന്റെ അഡ്വാൻറ്റേജ് ആർക്കാണ് പോകുന്നത്? പ്രധാനമായിട്ടും അതിന്റെ അഡ്വാൻറ്റേജ് പോകുന്നത് അമേരിക്കയ്ക്കാണ്. അമേരിക്ക കടുംപിടുത്തം, അമേരിക്ക പ്രധാന പ്രസിഡന്റായിട്ട് സ്ഥാനത്തെത്തുന്ന ആ സമയത്ത് തന്നെ, അതായത് ഇലക്ഷൻ സമയത്ത് തന്നെ ട്രംപ് പറഞ്ഞിരുന്നല്ലോ, ഞാൻ അമേരിക്കയെ ഗ്രേറ്റ് ആക്കും, അതുപോലെ തന്നെ അമേരിക്കൻ ഡോളറിനെ ഏറ്റവും ശക്തിയുള്ള കറൻസി ആക്കുമെന്ന്. അപ്പൊ ആ ശക്തിയുള്ള കറൻസി ആക്കുന്നതിന്റെ ഒരു പ്രോസസ്സാണ് ലോകത്ത് എവിടെയൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ടോ അവിടെയൊക്കെ കൈവയ്ക്കുക. അവിടെയൊക്കെ കൈവച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് അമേരിക്കൻ ഡോളർ എന്ന മാധ്യമത്തിലൂടെ മാത്രമാക്കുക. അങ്ങനെ അമേരിക്കൻ ഡോളർ എന്ന മാധ്യമത്തിലൂടെ മാത്രം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടക്കുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ഒരു വലിയ പരിധി വരെ അമേരിക്കയ്ക്കാണ് കിട്ടുക. അങ്ങനെയാണ് അമേരിക്കൻ ഡോളർ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. ആ ശക്തി പ്രാപിക്കൽ അത് തുടരുകയാണ്. അത് തുടരുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പൊ ഇന്ന് ഓഹരി വിപണി നോക്കുക, സെൻസെക്സ് നെഗറ്റീവാണ്. അതുപോലെ തന്നെയാണ് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ സെൻസെക്സ് നെഗറ്റീവാണ്, നിഫ്റ്റിയും നെഗറ്റീവാണ്. അപ്പോൾ സെൻസെക്സിലേക്കോ നിഫ്റ്റിയിലേക്കോ, അത് ഇന്ത്യയിലെ ഓഹരി വിപണികൾ, ഡൗ ജോൺസ് ആണെങ്കിൽ അമേരിക്കൻ ഓഹരി വിപണി, അതുപോലെയുള്ള ഏത് ഓഹരി വിപണി എടുത്തു നോക്കിയാലും അവയൊക്കെ നഷ്ടത്തിലാണ്, നെഗറ്റീവാണ് അവയുടെ ഒക്കെ ഗ്രോത്ത്. അതായത് അവയെല്ലാം കരടിയുടെ പിടിയിലാണ്. അപ്പോൾ ഈ പറയപ്പെട്ട ഒരു ഓഹരി കമ്പോളത്തിലേക്കും ഇൻവെസ്റ്റ്മെന്റ് പോകാതെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും US ഡോളറിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ്? കാരണം US ഡോളർ ഓരോ ദിവസവും ശക്തിപ്പെടുകയാണ്. യുദ്ധം കൂടി വന്നാലും കുറഞ്ഞു വന്നാലും യുദ്ധമാണോ? യുദ്ധം തീരുന്നത് വരെയും അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കും. യുദ്ധം കഴിഞ്ഞാലും അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കും. കാരണം അപ്പോഴേക്കും ഈ പറയപ്പെട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു മേധാവിത്വം ഡൊണാൾഡ് ട്രംപിന് അല്ലെങ്കിൽ US ഉണ്ടായിരിക്കും. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം എക്സ്ചേഞ്ച് ഏതേത് രാജ്യങ്ങളൊക്കെ അത് വിറ്റഴിക്കുന്നോ വാങ്ങുന്നുവോ അവരൊക്കെ ഡോളർ കറൻസിയിൽ വേണമെന്ന നിർദ്ദേശം അതാണ് ട്രംപ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡോളർ ശക്തി പ്രാപിക്കുന്നു. ഡോളർ ശക്തി പ്രാപിക്കുന്നത് കൊണ്ട് ഓഹരി വിപണിയിലേക്ക് പോകേണ്ട പണവും സ്വർണത്തിലേക്ക് പോകേണ്ട പണവും ഡോളറിലേക്ക് പോകുന്നു. ഈ ഡോളറിനൊരു പ്രത്യേകതയുണ്ട്. കാരണം എല്ലാ സെൻട്രൽ ബാങ്കുകളും അമേരിക്കൻ ഡോളറിന്റെ US ട്രഷറി സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. എന്തുകൊണ്ടാണ്? അതിന്റെ പേയ്മെന്റ് കൃത്യമായിട്ട് നടക്കും.
നിയതമായ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും, അത് ഒരിക്കലും പരാജയപ്പെട്ടു പോകും, വാല്യൂ നഷ്ടപ്പെടുമെന്ന പേടി ആർക്കുമില്ല. അപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ US ട്രഷറി സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ്. US സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമാണ് എന്ന് വെച്ചാൽ US ഡോളർ സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്ന് തന്നെ അർത്ഥം. അപ്പൊ US ഡോളർ സ്ട്രോങ് ആകുന്നു. അത് സ്ട്രോങ് ആക്കുക എന്നതാണ് US ഇറാൻ വാറിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേറൊരു ലക്ഷ്യമുണ്ട്, യുറേനിയൻ സമ്പുഷ്ടീകരണം കുറയ്ക്കുക. അതിനുവേണ്ടിയാണ് ഖമൈനിയൊക്കെ കൊന്നത്. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ. പക്ഷെ ഈ ലക്ഷ്യം, അതായത് അമേരിക്കൻ ഡോളറിനെ ശക്തിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിന് ക്ഷതം സംഭവിക്കാത്തിടത്തോളം കാലം സ്വർണത്തിന്റെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാധ്യമങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ സ്വർണത്തിന്റെ വില താഴേക്ക് പോകുന്ന കാര്യം ശ്രോതാക്കളെ അറിയിക്കേണ്ടതാണ്. അത് മാധ്യമങ്ങളുടെ കടമയാണ്. അപ്പൊ ഇത്രയുമാണ് എനിക്ക് ഇന്ന് സ്വർണത്തെ പറ്റി പറയാനുള്ളത്. യുദ്ധം തീരുന്നത് വരെ സ്വർണത്തിന്റെ വില മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷെ ഇടയ്ക്ക് ആരെങ്കിലും ഇടപെട്ട് യുദ്ധം ഉടനെ തീരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകളുമായിട്ട് വന്നാല്, ഇപ്പൊ ഇറാൻ തന്നെ വളരെ ശക്തമായ രീതിയിൽ ഇടപെടും എന്ന് പറഞ്ഞാല് ഒരു പക്ഷേ സ്വർണത്തിന്റെ വില സ്വല്പം മുകളിലേക്ക് പോകും. പക്ഷെ അനിശ്ചിതത്വം നീളുന്നവരെ സ്റ്റഡിയായി സ്വർണത്തിന്റെ വില മുകളിലേക്ക് പോകില്ല. അനിശ്ചിതത്വം നീങ്ങിക്കഴിഞ്ഞാലോ സ്വർണത്തിന്റെ വില ഒരു 80,000 എന്ന രീതിയിലൊക്കെ താഴേക്ക് പോകും. കാരണം 1,00,000 വന്ന് നിൽക്കത്തക്ക ഒരു പ്രൗഢിയും സ്വർണത്തിന് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ശരി, വളരെ നന്ദിയുണ്ട് മാഡം പ്രതികരണത്തിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.